മഹാദൈവവും നമ്മുടെ പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും നമ്മുടെ നടുവിൽ മഹിമപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി അവിടുത്തെ ജനത്തെ ശുശ്രൂഷിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്തും സ്തോത്രം കരയേറ്റുന്നു. നമ്മൾ കഴിഞ്ഞ നമ്മുടെ കൂട്ടായ്മയിൽ സംസാരിച്ച വചനത്തിൻ്റെ ഒരു റീടേക്കിംഗ് ആണ് ഈ വീഡിയോ. കുറച്ചും കൂടെ വ്യക്തമായ നിലയിൽ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഹൃദയത്തിൽ ദൈവം തന്ന പ്രേരണയാൽ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അത് മലാക്കിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളാണ്. ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. വിശുദ്ധ തിരുവെഴുത്തിലെ പഴയ നിയമത്തിലെ അവസാനത്തെ വാക്കാണിത്, അവസാനത്തെ വാക്യമാണിത്, അവസാനത്തെ പ്രവചനമാണിത്. ഇസ്രായേലിന് കൊടുത്ത അവസാനത്തെ പ്രോമിസ്, അവസാനത്തെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം ദൈവിക വിഷയങ്ങൾ ഒരുമിച്ച് സമ്മിശ്രമായി അടങ്ങിയിരിക്കുന്ന വേദവാക്യങ്ങളിൽ ചിലതിൽ ഒന്നാണ് നമ്മൾ വായിച്ചതായ ഈ വാക്യം. അപ്പൊ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഏലിയാവിനെ അയക്കും. വളരെ വ്യക്തമായ നിലയിൽ ഈ തിരുവെഴുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് ബോധിച്ചതുപോലെ വ്യാഖ്യാനിപ്പാനോ എൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളോട് എന്തെങ്കിലും പറയാനോ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ചില ആളുകൾ പറയുന്നത് പോലെ ഇങ്ങനെ ഇഷ്ടം പോലെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനവുമില്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് മാത്രം വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെതായ ചിന്തകളും എൻ്റെതായ ബുദ്ധിയും ഒന്നും നിങ്ങളോട് പങ്കുവെക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗവുമല്ല, അത് ദൈവസഭയ്ക്ക് ആവശ്യവുമില്ല. ഇവിടെ മലാക്കി പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ ഏലിയാവിനെ അയക്കും. ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് നമുക്കതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകണം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾക്കറിയാം, കൂടുതൽ ഞാൻ വാക്കുകൾ വിശദീകരിക്കാതെ പറയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന് മുന്നോടിയായി ദൈവം അയക്കുവാൻ പോകുന്ന യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പ്രവചിച്ച് പറഞ്ഞ യഹോവയ്ക്ക് വഴിയൊരുക്കേണ്ടതിനും പാത നിരപ്പാക്കേണ്ടതിനും കുന്നുകളെ സമഭൂമിയാക്കേണ്ടതിനും വളഞ്ഞതിനെ ചൊവ്വാക്കേണ്ടതിനും താഴ്വരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിനുമൊക്കെ ദൈവം അയച്ചിരിക്കുന്ന ശ്രേഷ്ഠ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കൃത്യമായ നിലയിൽ ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ദാ വരുന്നു, ദൈവത്തിന് എനിക്ക് വഴിയൊരുക്കേണ്ടതിന് എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറയുക. അത് യോഹന്നാൻ സ്നാപകനാണെന്ന് ഒരു സംശയവുമില്ല, ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യവുമില്ല. കാരണം ഈ പ്രവചനം തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് ഞാൻ ആ വാക്യം കൂടെ എടുക്കാം. കാരണം ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് സംസാരിച്ചു എന്ന് നിങ്ങൾ പറയാതിരിക്കേണ്ടതിന് മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്ന് നോക്കി. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അതെ, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന് വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്ക് കർത്താവിന് വഴിയൊരുക്കി അവന്റെ പാത. ഇത് യെശയ്യാ പ്രവാചകനുള്ള പ്രവചനം. ഈ യെശയ്യാ പ്രവാചകന്റെ അതേ പ്രവചനം തന്നെയാണ് മലാക്കിയുടെ പ്രവചനം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ മലാക്കി കോട്ട് ചെയ്തിട്ട് പറയുകയാണ്: എനിക്ക് മുൻപായി വഴി നിർത്തേണ്ടതിന് എൻ്റെ ദൂതനെ അയക്കൽ. അടുത്ത വാക്ക്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്. അതായത് ഇസ്രായേൽ അവരുടെ കർത്താവിനെ അന്വേഷിക്കുന്നു, അവരുടെ പ്രോമിസ്ഡ് മശിഹയെ അന്വേഷിക്കുന്നു. 33:15 അവരുടെ പൂർവ്വപിതാവായ ആദമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, ആ മശിഹ സർപ്പത്തിന്റെ തലയെ തകർക്കാൻ കടന്നു വരാൻ പോകുന്ന മശിഹയെ കുറിച്ചുള്ള ആ കർത്താവിനെ അവർ അന്വേഷിക്കുന്നു. ഇവിടെ പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. എന്നാൽ 2-ാമത്തെ വാക്ക്, ഇത് നോർമലി ആളുകൾ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് പലതും അറിയാം. ഇത് യേശു ക്രിസ്തുവിനെയും കൊണ്ട് അമ്മയായ മറിയ യെരൂശലേം ദേവാലയത്തിൽ പരിശോധനയ്ക്കായും മറ്റ് ശുദ്ധീകരണത്തിനായി കടന്നു വന്നു എന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ശിമിയോനും ഹന്നായും ഒക്കെ യേശുവിനെ എടുത്ത് വാഴ്ത്തി സ്തുതിക്കുന്ന ചിത്രം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇതിന് വിശദീകരണം കൊടുക്കാറുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം 2-ാമത്തെ വാക്യം ആ
പറയുന്ന പ്രസ്താവനയ്ക്ക് വിരുദ്ധവും വ്യാഖ്യാനത്തിന് വിരുദ്ധമാണ്. കാരണം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം. അപ്പോൾ അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് ഒരിക്കലും ഒന്നാമത്തെ വരവിൽ യേശുക്രിസ്തുവിനെയും കൊണ്ട് അമ്മയായ മറിയ യെരൂശലേം ദേവാലയത്തിൽ ശുദ്ധീകരണത്തിനായും പരിച്ഛേദനയ്ക്കായും വരുന്നതിനെ കുറിച്ചല്ല എന്നും ആ ദിവസത്തെ സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദിവസമാണെന്ന് കൃത്യമായിട്ട് കാണുന്നു. ആ ദിവസത്തെ ആർക്ക് സഹിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. അവൻ വരുമ്പോൾ, അവനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ആർ നിലനിൽക്കും എന്നല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ. നമുക്കറിയാം കൃത്യമായി യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് ബൈബിൾ ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ഒരു പദപ്രയോഗം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലനായ പത്രോസ് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും നിങ്ങളോട് അറിയിച്ചത്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മിശിഹായോട് ഒലിവുമലയിൽ വെച്ച് ചോദിച്ച, കർത്താവേ, നിന്റെ പരോസിയയ്ക്കും നിന്റെ പ്രത്യക്ഷതയ്ക്കും ദേവാലയത്തിന്റെ നാശത്തിനും ഒക്കെ കാലത്തിന്റെ അവസാനത്തിനും അടയാളമെന്ന്. സോ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ മറ്റൊരു പദപ്രയോഗമാണ് അവന്റെ പ്രത്യക്ഷത. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ആ ദിവസം ആർക്ക് സഹിക്കാൻ കഴിയും. പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും. അവൻ ഊതിക്കഴിക്കുന്ന തീ പോലെയും അലക്കുകാരന്റെ ചാരം പോലെയും ആയിരിക്കും. താഴോട്ടുള്ള വാക്യങ്ങൾ ക്രിസ്തുയേശുവിന്റെ 2-ാം വരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുന്നു. സോ ആ ദിവസം ആർക്ക് സഹിക്കാവതാകുമെന്ന് പറഞ്ഞ ശേഷം 4-ാം അധ്യായത്തിൽ അതേ മലാക്കി പ്രവാചകൻ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ ഏലിയാവിനെ അയക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു റെവലേഷനിലേക്ക് ഞാൻ പോകുന്നത്. ഈ സന്ദേശം നിങ്ങൾ തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ദൈവിക ആലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെപ്പാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ വേഗത്തിൽ വേറൊരു കാര്യവും പറയാതെ തുടർന്ന് വചനത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്തോത്രം. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹം വന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന്, ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നശിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, കൃത്യമായിട്ട് ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഭൂമി എന്നതിന് കൊടുത്തിരിക്കുന്ന പദം എറട്സ് എന്ന പദമാണ്. എറട്സ് എന്ന പദത്തിന് കൃത്യമായ അർത്ഥം ഒരിക്കലും ഏതോ ഭൂലോകം എന്നുള്ള അർത്ഥത്തിൽ, ഭൂലോകം മുഴുവൻ എന്ന ഗ്ലോബ് എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ പ്ലാനറ്റ് എർത്ത് എന്ന അർത്ഥത്തിലല്ല കൊടുത്തിരിക്കുന്നത്. മറിച്ച് ലാൻഡ്, ടെറിറ്ററി, ലാൻഡ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഴയ നിയമത്തിൽ ലാൻഡ് എന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷ്മമായി മനസ്സിലാക്കുക, അത് ദൈവം ഉദ്ദേശിച്ചത് ഭൂമി എന്ന ഈ ഉരുണ്ട ഗ്രഹത്തെ, പ്ലാനറ്റിനെ മുഴുവനും കൂടെ ഉൾപ്പെടുത്തിയിട്ടല്ല. കൂടുതൽ സമയവും അത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രോമിസ് ലാൻഡുമായി ബന്ധപ്പെട്ടാണ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം വാഗ്ദത്ത ഭൂമി, ഇസ്രായേൽ താമസിച്ച, ഉടമ്പടിയുടെ ജനം താമസിച്ച ലാൻഡ്. ആ ലാൻഡിലേക്കാണ് ദൈവം വരാൻ പോകുന്നത്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. സോ ഇനി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആദ്യം, പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകന്മാരുണ്ട്. നമുക്കറിയാം ആദമിന്റെ മകനായ ഹാബേല് മുതൽ പ്രവാചകന്മാരുണ്ട്. ധാരാളം പ്രവാചക ശ്രേഷ്ഠന്മാരുണ്ട്. ബൈബിളിലെ ഏറ്റവും വലിയ പ്രവാചക പുസ്തകം എഴുതിയ യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്, ജനനത്തെയും വരവിനെയും അവന്റെ മുഴുവൻ കഷ്ടാനുഭവങ്ങളെയും കൃത്യമായി വിവരിച്ചിരിക്കുന്ന യെശയ്യാവ്, ജെരേമിയാവ്, എസേക്കിയേൽ, ദാനിയേൽ തുടങ്ങിയ ശ്രേഷ്ഠ പ്രവാചകന്മാർ, മേജർ പ്രോഫറ്റ്സ് എന്നും മൈനർ പ്രോഫറ്റ്സ് എന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, പ്രവാചക പുസ്തകങ്ങളിൽ രചിച്ച ധാരാളം പ്രവാചക ശ്രേഷ്ഠന്മാർ പഴയ നിയമത്തിൽ ഉണ്ടായിരിക്കെ ഒരു പുസ്തകവും രചിക്കാതെ ഒരു പ്രധാന സന്ദർഭത്തിൽ, ഭൂമിയുടെ പ്രധാന സന്ദർഭത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണ് ഏലിയാവ്. എന്തുകൊണ്ട് ദൈവം യെരമ്യാവിനെ അയക്കുമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് ദൈവം യെസഹേലിനെ അയക്കുമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് ദൈവം യെശയ്യാവിനെ അയക്കും, ദാനിയേലിനെ അയക്കുമെന്ന് പറഞ്ഞില്ല? കാരണം ഇവരൊക്കെയും അന്ത്യകാലത്തെക്കുറിച്ച് കൃത്യമായ വെളിപ്പാടുകൾ പറഞ്ഞവനാണ്. എന്നാൽ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം വരുവാനുള്ള ലോകത്തെക്കുറിച്ചോ അന്ത്യകാലത്തെക്കുറിച്ചോ യാതൊരു പ്രവചനവും താൻ നടത്തിയിട്ടില്ല. തന്റെ പ്രവചനം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ നടുവിലായിരുന്നു. അതായത് ഇസ്രായേൽ ഗ്രഹത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ബാലിന്റെ പ്രവാചകന്മാരുടെ പിറകിലും അശേരാ പ്രതിഷ്ഠയുടെ പ്രവാചകന്മാരുടെ പുറകിലും ബാലാരാധനയുടെ പുറകിലും പോയ 10 ഗോത്രങ്ങളെ തമ്പുരാനിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്താൽ അയച്ച പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. നിങ്ങൾക്കറിയാമോ, ഏലിയ പ്രവാചകൻ ഒരിക്കൽ പോലും യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു പ്രവചനവും നടത്തിയിട്ടില്ല. പക്ഷേ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച് പ്രവചിച്ച യെശയ്യാവോ, ജെരമിയാവോ, എസെക്കിയേലോ, ദാനിയേലോ, ഹോശയോ ആരും തന്നെ അയക്കപ്പെടാതെ ഈ വിഷയങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഏലിയ പ്രവാചകനെ മഹാദൈവം അയക്കുകയാണ്. സോ ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ ഇനി നമ്മൾ പോകേണ്ടത് ഒരു ചെറിയ കാഴ്ചപ്പാടിലേക്കല്ല,
ഉള്ളിൻ്റെ ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയിലേക്ക്, ദൈവികമായ ഒരു വെളിപ്പാടിലേക്ക്, തിരുവെഴുത്തിൻ്റെ ഒരു മനോഹാരിതയിലേക്ക് അല്പം ആഴമായി ഡീപ്പായി നാം പോകേണ്ടിയിരിക്കുന്നു. അതിന് പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം, യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ. ആ യോഹന്നാനെ കുറിച്ച് നമുക്ക് അതെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ സക്കറിയാവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം 9, പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ധൂപം കാട്ടുവാൻ അവൻ മറക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന് വലതുഭാഗത്ത് നിൽക്കുന്നതായി കണ്ടു. സെക്കറിയാവ് അത് കണ്ട് ഭയപ്പെട്ട് പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞു, സെക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അടുത്ത വാക്യം താഴെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ധൂപം കാട്ടുന്ന നാഴിക ജനസമൂഹമൊക്കെയും, 10-ാം വാക്യം, പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 2 പ്രാർത്ഥനയാണ്. ധൂപം കാട്ടുന്ന സെക്കറിയാവിന്റെ പ്രാർത്ഥന, പുറത്തു നിൽക്കുന്ന ജനസമൂഹത്തിന്റെ പ്രാർത്ഥന. ഞാൻ സാധാരണ വലിയ വലിയ ദേവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. വർഷത്തിൽ വാർദ്ധക്യത്തിൽ വയസ്സായ ഈ മാതാപിതാക്കൾക്ക് ഈ ദമ്പതികൾക്ക് ദൈവം ഒരു മകനെ ലഭിക്കേണ്ടതിന് ജനം പ്രാർത്ഥിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന ശ്രേഷ്ഠ പ്രവാചകന്മാരെയും പ്രസംഗരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ദൈവമേ എനിക്കൊരു കുഞ്ഞിക്കാല് തരണം എന്ന് ദൈവസന്നിധിയിൽ വാഗ്ദത്തത്തിനായി പ്രാർത്ഥിക്കുന്ന സെക്കറിയാവാണ് അവിടെ നിൽക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഇതിന്റെ അർത്ഥം. കാരണം മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് ഹിസ്റ്റോറിക്കലി തെളിവുകൾ സഹിതം അതിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. കൃത്യമായിട്ട് നമുക്കറിയാം, മലാഖിയുടെ പ്രവചനത്തിൽ അവസാനമായി ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാദിവസം വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകനെ അയക്കും. 400 വർഷത്തെ സൈലന്റ് ഇയേഴ്സ്, ദൈവശബ്ദമില്ല, പ്രവചനമില്ല, തിരുവെഴുത്തുകളില്ല, ദൈവിക ഇൻസ്പിറേഷൻ ഒന്നുമില്ല, ദൂതന്മാരുടെ സന്ദർശനമില്ല, ദൈവമുണ്ടോ എന്ന് ജനത്തിന് അറിയുന്നില്ല. ഇരുണ്ട ഒരു കാലഘട്ടത്തിന് ശേഷം ജനം ദൈവസന്നിധിയിൽ നിരന്തരം ആലയത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾക്ക് ഏലിയാവിനെ അയക്കണമേ, ഏലിയാവിനെ അയക്കണമേ. കാരണം അവർക്കറിയാം യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഏലിയാവ് അയക്കപ്പെടും. അവർ പ്രതീക്ഷിച്ചിരുന്നു ഒരു ദിവസം വരുന്നുണ്ട്. മാത്രമല്ല, ഞാൻ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പായി വഴിയൊരുക്കേണ്ടതിനയക്കുമെന്ന് മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ ചേർത്ത് വെച്ച് അവർ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഏലിയാവിനെ അയക്കണമേ. പുറത്ത് ജനസമൂഹം പ്രാർത്ഥിക്കുന്നു, ഏലിയാവിനെ അയക്കണമേ. അകത്ത് ധൂപം കാട്ടുന്ന സെക്കറിയാവ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഏലിയാവിനെ അയക്കണമേ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവസന്നിധി ധൂപമായി എത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി വന്ന് സെക്കറിയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഒരിക്കലും പഴയ നിയമത്തിൽ ആർക്കുമില്ലാത്തൊരു പേർ ഉണ്ട്. അതിൻ്റെ റൂട്ട് നാമങ്ങൾ ഹന്നായുണ്ട്. പക്ഷെ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പേര് കൃത്യമായ നിലയിൽ നമുക്കറിയാം. അത് ആ പേര് നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിലല്ലോ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ നാമം ആ യോഹന്നാൻ അവിടെ വെളിപ്പെടുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ വരുമ്പോൾ യോഹന്നാനെ കുറിച്ച് അവന്റെ അപ്പനായ സെക്കറിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. നോക്കിക്കേ, അവൻ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അവന്റെ ഗർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അടുത്ത 17-ാം വാക്യം 1:17. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ക്രിസ്തുവേശുവിന് മുന്നാടിയായി സ്തോത്രം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവും ശക്തിയോടും. നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം അത്ര ഭയങ്കര ആഴമാണ്. കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ. കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ അവൻ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവന് മുൻപാകെ നടക്കും. എന്താണ്
ഏലിയാവിന്റെ ആത്മാവോട് കടന്നു വരുന്ന യോഹന്നാന്റെ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യം അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും, അതെ, നമ്മൾ മലാഖിയിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും കൂടെ അതെ നിരപ്പിക്കേണ്ടതിന് താൻ വരും. അതേ വേദവാക്യത്തെ ലൂക്കോസ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ പറയുന്നു, അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും വഴങ്ങാത്തവരെ, വിധേയപ്പെടാത്തവരെ, നീതിമാന്മാരുടെ ദ പ്രൂഡൻസ് ഓഫ് ദ റൈച്ചസ്, ദ ഫെറോ, അതിനൊരു ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദ സുനസിസ്, ഫ്രനോസിസ് ഓഫ് ദ റൈച്ചസ്, ഐ എം സോറി, അതായത് ദാറ്റ് ഇസ് എ മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ്, നീതിമാന്മാരുടെ മനോബോധത്തിലേക്ക് നയിക്കണം. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് നിരപ്പിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ പറയാൻ പോകും. എന്തുകൊണ്ട് ദൈവം ഏലിയാവിനെ അയച്ചു? എന്തുകൊണ്ട് ദൈവം യെരമ്യാവിനെ അയച്ചില്ല? അല്ലെങ്കിൽ യെരമ്യാവിന്റെ ആത്മാവോടും യെശയ്യാവിന്റെ ആത്മാവോടും ഇസക്കേലിന്റെ ആത്മാവോടും ദാനിയേലിന്റെ ആത്മാവോടും ഹോശയുടെ ആത്മാവോടും കൂടെ എന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ട് ദൈവം ഒരു പുസ്തകവും രചിക്കാത്ത, ഒരു അന്ത്യകാല ശാസ്ത്രം പറയാത്ത, അതേ ഇസ്രായേലിന്റെ നാട്ടിൽ ആഹബ് എന്ന് പറയുന്ന രാജാവിനെ അഭിമുഖീകരിച്ച് ഇസ്രായേലിനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആ വന്ന പ്രവാചകന്റെ ആത്മാവിൽ ദൈവം ക്രിസ്തുവേശുവിന്റെ വരവിന് തൊട്ട് മുമ്പ് യോഹന്നാനെ അയച്ചു? എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. തിരുവെഴുത്തുകളെ വളരെ വികലമായി വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും അത് വലിയ സ്വർഗീയമാണെന്ന് കരുതുകയും സത്യം പറയുന്നവരെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് അവരുടെ തലയിൽ മൂടുപടമിട്ട് മറച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ജനറേഷനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവവചനത്തെ റെസ്പെക്ട് ചെയ്യാത്ത ജനറേഷൻ, ദൈവവചനത്തെ ആദരിക്കാത്ത തലമുറയാണ് ഈ തലമുറ. ആ തലമുറയോട് ഞാൻ സംസാരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം. യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലേക്ക് വന്നത് യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിന്റെ വരവ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗമുണ്ട്, മറക്കരുത്. യേശുക്രിസ്തുവിന്റെ വരവിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും യേശുവിന്റെ ജഡാവതാരവുമുണ്ട്. ഈ ജഡാവതാരത്തെയും എബ്രായ ലേഖനം 9 പറയുന്നത്, അവൻ കാലം അവസാനിച്ചപ്പോൾ ലോകാവസാനത്തെങ്കിൽ ഒരിക്കലായി ഒരേ ഏകയാഗം അർപ്പിക്കേണ്ടതിന് പ്രത്യക്ഷനായി. യേശുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ ബൈബിൾ ആദ്യം വിളിക്കുന്ന പേര് പ്രത്യക്ഷതയെന്ന്, രണ്ടാമത്തെ വരവിനെയും വേദപുസ്തകം വിളിക്കുന്ന പേര് പ്രത്യക്ഷതയെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ വരവുമുണ്ട്, രണ്ടാമത്തെ വരവുണ്ട്. പ്രത്യേകമായി യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ കാര്യം പറയാനല്ല. ഇത് ഞാൻ എൻ്റെ വ്യാഖ്യാനമൊന്നുമല്ല, നന്നായിട്ട് പോയി ബൈബിൾ വായിക്കുക. ഞാൻ ബൈബിൾ വ്യാഖ്യാനിക്കല്ല, കാര്യം പറയുക, നിങ്ങൾ നോക്കിയാൽ മതി. യോഹന്നാൻ സ്നാപകനെ കർത്താവ് അയച്ചത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലാണ്. കാരണം ക്രൂശ് മരണത്തിലല്ല ദൈവരാജ്യം വന്നത്. യോഹന്നാന്റെ പ്രസംഗം ഇതാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു പോലും പ്രസംഗിച്ചത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കമ്മിങ്. സോ യേശുക്രിസ്തു ദൈവത്തിന്റെ രാജ്യം വരുന്നെന്ന് സംസാരിച്ചു. യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ രാജ്യം വരുന്നെന്ന് സംസാരിച്ചു. ഇവർ രണ്ടുപേരും സംസാരിച്ചത് ഒരേ കാര്യം തന്നെയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ രാജ്യം വരുന്നത്, അവൻ രാജ്യത്തിൽ വരുന്നത് അവന്റെ രണ്ടാം വരവിലാണ്. മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ, തന്റെ പിതാവിന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണമാസ്വദിക്കാത്തവർ നിൽക്കുന്നവർ ഉണ്ടെന്ന് മിശിഹ പറഞ്ഞത് അവന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യം ഐഹിയമല്ലെന്നും യേശുക്രിസ്തുവിന്റെ രാജ്യം ഭൗതികമായി കാണുന്ന ഒന്നല്ലെന്നും കർത്താവ് കൃത്യമായി പീലാത്തോസിനോടും പരീശന്മാരോടും സംസാരിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും ഈ വസ്തുതകൾ കാണാൻ പറ്റും. എന്റെ രാജ്യം ഐഹിയമല്ല, ദൈവരാജ്യം കാണുന്നത് പോലെയല്ല വരുന്നത്. സോ അത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കേണ്ടതാണ്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വെച്ച്, ശ്രദ്ധിച്ചു കേൾക്കുക, ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടവർ ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവവചനം കേൾക്കാൻ വിരക്തി കാണിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവവചനം പറയുന്നവരെ വെറുക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം പറയേണ്ട അത്ര അത്യാവശ്യത്തിൽ പറയുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് the kingdom of God is coming. That is not on the cross. അത് കുരിശിലല്ല. കാരണം കുരിശിൽ യേശു കർത്താവ് മരിക്കാനാ വന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ച ആൾ, അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പല വീഡിയോകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒട്ടകരോമത്തിന്റെ ഉടുപ്പ്, അരയിൽ തോൽവാറ്, വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിക്കുന്നു, മരുഭൂമിയിൽ താമസിക്കുന്നു. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോയാൽ അത് ഏലിയാവിന്റെ വസ്ത്രമാണ്. ഏലിയാവിന്റെ വസ്ത്രം.
ഏലിയാവിന്റെ വസ്ത്രം, പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ ദാസൻ, പ്രവാചകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ യോഹന്നാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രസംഗിക്കാൻ വന്നെന്ന്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ 2000 വർഷത്തിന് മുമ്പ് യഹൂദിയ മരുഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രസംഗിക്കാൻ എന്തുകൊണ്ട് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ദൈവം യോഹന്നാനെ അയച്ചു? അങ്ങനെങ്കിൽ യോഹന്നാനെ അയക്കേണ്ടത് ഇപ്പോഴല്ലേ? യോഹന്നാനെ അയക്കേണ്ടത്, ഏലിയാവിനെ അയക്കേണ്ടത് ഇപ്പോഴല്ലേ? യഹോവയുടെ വലുതും ഭയങ്കരമായ നാളുകളില്ല. യഹോവയുടെ വലുതും ഭയങ്കരമായ ഒറ്റ നാളേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ഡേ. That is the last day, the great and എന്താ പറയുന്നത്, the great day of the Lord. ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ നാള്. ആ നാളിന് മുമ്പ് ദൈവം ഏലിയാവിനെ അയക്കുന്നു. ഏലിയാവിനെ അയച്ചത് യേശുവിന്റെ രണ്ടാം വരവിന് വേണ്ടിയാണ്. യേശുവിന്റെ രണ്ടാം വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്നോട് കേട്ടോണ്ടിരിക്കുന്ന ബുദ്ധിയുള്ളവർ ചിന്തിക്കുക, ഏലിയാവിന്റെ ആത്മാവോടുകൂടി യോഹന്നാനെ ദൈവം അയക്കേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. പക്ഷെ 2000 വർഷത്തിന് മുമ്പ് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ ദൈവം ഏലിയാവിന്റെ ആത്മാവോടുകൂടെ യോഹന്നാനെ അയച്ചു. ഞാൻ തിരിച്ച് യോഹന്നാനിലേക്കൊന്ന് പോവുകയാണ്, ഏലിയാവിലേക്കൊന്ന് പോവുകയാണ്. ഏലിയാവിന്റെ പശ്ചാത്തലം ശ്രദ്ധിച്ചു നോക്ക്. ലോകത്തിലെ അന്നത്തെ ഇസ്രായേലിലെ ഏറ്റവും ദുഷ്ടനായ, ക്രൂരനായ, അഗ്ലിയായ, ക്രൂവലായിട്ടുള്ള, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച രാജാവാണ് അഹാബ്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒട്ടും വ്യത്യാസമല്ല. ഇസബേലുകൾ, ബാലിനെ ആരാധിച്ചുകൊണ്ടിരുന്നവൾ, അവള് സറാഫാത്തുകാരിയായ സീതോനിലെ രാജാവിന്റെ മകളായിരുന്ന ഇസബേൽ എന്ന് പറയുന്നവൾ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം ഇസബേലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സോ ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞി ആഹാബ് എന്ന രാജാവ് ഭരിക്കുന്ന നാട്. ഇസ്രായേൽ മുഴുവൻ ബാലിനെയും അശേര പ്രതിഷ്ഠകളെയും ആരാധിക്കുവാനായി തിരിഞ്ഞ കാലഘട്ടം. ദൈവം ഏലിയാവിനെ അയച്ചിട്ട് പറയുകയാണ്, ജഡ്ജ്മെന്റ് ഈസ് കമ്മിങ്. ജഡ്ജ്മെന്റ് വരാൻ പോവുകയാണ്. വലിയ ന്യായവിധി വരാൻ പോവുകയാണ്. ആ ന്യായവിധിക്ക് തൊട്ട് മുമ്പ് ഇസ്രായേൽ ഗൃഹത്തോട് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ഇനി ജസ്റ്റ് ഒരു നിമിഷം, ഒരു കുത്തും കോമയും ഒരു പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്കിലേക്ക് വന്നു. നിങ്ങൾക്കറിയാമോ, ഈ യോഹന്നാൻ സ്നാപകനും ഏലിയാവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ദാറ്റ് ഈസ് എ കമ്പാരിസൺ. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ, ഇച്ചിരി ഹിസ്റ്റോറിക്കലി ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഇച്ചിരി ശാന്തമായിട്ട് ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ അവസാനമായിട്ട് വായിക്കുന്നത് അതിന്റെ 14-ാം അധ്യായത്തിലാണ്. യേശു കർത്താവിന്റെ ശുശ്രൂഷ കണ്ട് ഹെരോദാവ്, അതിന്റെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ പറയുകയാണ്, അതാ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. അതായത് ഹെരോദ് കൊന്നുകളഞ്ഞ് യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പരക്കെ ഒരു ശ്രുതി പടർന്നു മിശിഹാ തമ്പുരാന്റെ ശുശ്രൂഷ കണ്ടിട്ട്. മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി എഴുതുക. സത്യത്തിൽ മത്തായി സുവിശേഷം എഴുതുന്നത്, ആ എഴുത്തിന്റെ അർത്ഥം രണ്ടാം പുറപ്പാടിന്റെ ഒരു ചിത്രമാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 1 മുതൽ വായിക്കുമ്പോൾ രണ്ടാം പുറപ്പാടിന്റെ ചരിത്രം. അതായത് 1-ാം പുറപ്പാട് നമ്മൾ മോശയെ കാണുന്നു. മോശ എവിടെ നിന്ന് വരികയാണ്? മിസ്രൈമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നതെങ്കിൽ, യേശു ക്രിസ്തു എന്ന മോശയേക്കാൾ വലിയ പ്രവാചകൻ നടത്തുവാൻ പോകുന്ന രണ്ടാം പുറപ്പാടിന്റെ ചിത്രമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെ വംശാവലി കാണുന്നുണ്ട്. വംശാവലി കണ്ടിട്ട് മിശിഹായുടെ ജനനം നടക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ തുടക്കത്തിൽ മോശ ജനിക്കുന്നുണ്ട്. മോശ ജനിക്കുന്ന സമയത്ത് ഫറവോൻ മോശയും ആ കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. അതുപോലെ തന്നെ മിശിഹാ തമ്പുരാൻ മത്തായിയുടെ സുവിശേഷത്തിൽ ജനിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ഹെരോദാവ് തീരുമാനമെടുക്കും. അവിടെ മോശയെ ഒളിപ്പിക്കുന്നു. ഇവിടെയും യേശു ക്രിസ്തുവിനെ ഒളിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കൊണ്ട് എങ്ങോട്ട് പോകുന്നു? മിസ്രൈമിലേക്ക് പോകും. യേശു കർത്താവ് അതിനുശേഷം എവിടേക്ക് തിരിച്ചു വരുന്നു? അവൻ ഗലീലായിലേക്ക്, നസ്രയത്തിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയും മോശ ഒളിപ്പിക്കപ്പെടുന്നു. പിൽക്കാലത്ത് മോശ കൊട്ടാരത്തിൽ വളരുന്നു. സോ ആ ചിത്രം നമുക്ക് കാണാൻ പറ്റും. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ എങ്ങനെയാണോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട്, അതായത് യേശു പുറപ്പെട്ട് തിരിച്ചു വരിക, ഞാൻ എൻ്റെ മകനെ തിരികെ വിളിക്കും എന്നൊരു പ്രവചനമുണ്ട്. അതുപോലെ മിശിഹാ തിരിഞ്ഞു വരുന്നത് പോലെ, ഹെരോദാവിനെ ഭയപ്പെട്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയ ക്രിസ്തു തിരികെ വരുന്നത് പോലെ, മോശയും ജനവും മിസ്രൈമിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ആദ്യം എത്തിയത് ചെങ്കടലാണ്. ചെങ്കടൽ നമുക്കറിയാം സ്നാനത്തെ കാണിക്കുന്നു. 3-ാം അധ്യായം മത്തായിയിൽ വരുമ്പോൾ മിശിഹാ തമ്പുരാൻ അവിടുന്ന് പുറപ്പെട്ടു വരുമ്പോൾ അടുത്ത മിശിഹായെ നമ്മൾ കാണുന്നത്
യോർദാനിൽ സ്നാനമേൽക്കുവാനായി കടന്നു വരും. സോ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിൽ സ്നാനമേറ്റുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റു. ചെങ്കടലിൽ സ്നാനമേറ്റ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. യോർദാനിൽ സ്നാനമേറ്റ യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ 40 വർഷം പരീക്ഷിക്കപ്പെട്ടു. മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട യേശു ക്രിസ്തു 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. മരുഭൂമിയിൽ നയിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ 40 വർഷം പരീക്ഷയിൽ പരാജയപ്പെട്ടു. എന്നാൽ 40 ദിവസം പരീക്ഷിക്കപ്പെട്ട മിശിഹാ തമ്പുരാൻ 40 ദിവസവും പിശാചിനെ തോൽപ്പിച്ചു ജയിച്ചു. അവർ മരുഭൂമിയിൽ കടന്നു വരുന്നത് നമുക്ക് കാണുന്നത് അടുത്ത സീനായിലെത്തുന്നു. സീനായിൽ വെച്ച് ദൈവം 10 കൽപ്പനകളും ഉടമ്പടികളും കൊടുക്കുന്നു. അതുപോലെ തന്നെ യേശു കർത്താവ് മരുഭൂമി വിട്ടിട്ട് നേരെ മുമ്പോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, അവൻ പർവ്വതത്തിന്റെ മുകളിൽ കയറി 5, 6, 7 അധ്യായങ്ങളിൽ മത്തായിയിൽ അവൻ പുതുനിയമത്തിന്റെ പ്രമാണം നൽകും. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ പ്രമാണം നമ്മൾ മിസ്രൈമിൽ നിന്ന് വന്ന ജനം സീനായിൽ വെച്ച് വാങ്ങുമ്പോൾ മിശിഹാ തമ്പുരാൻ 5-ാം അധ്യായത്തിൽ മത്തായില് തന്റെ ജനത്തിന് പുതുനിയമത്തെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇസ്രായേൽ വീണ്ടും മരുഭൂമിയിൽ തുടരുകയാണ്. അവർ പാളയം ഉണ്ടാക്കുന്നു. പാളയത്തിൽ അവർ ദൈവത്തിന്റെ ജനം മുൻപോട്ട് വരികയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വെളിപ്പാട് കാണാൻ പറ്റും. ദൈവം യഹൂദന്മാരുടെ ഇടയിൽ പറമ്പിൽ അല്ലെങ്കിൽ വെളിയിൽ കിടന്ന ഔട്ട് ഓഫ് ക്യാമ്പിന്റെ വെളിയിൽ താമസിച്ച ഒരിക്കലും സൗഖ്യം പ്രാപിക്കാത്ത ഒരു കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്നു. ആദ്യമായി അവൻ യഹൂദന്മാരെ തൊട്ട് സൗഖ്യമാക്കുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ശതാധിപന്റെ മകനെ കർത്താവ് വാക്കുകളാൽ സൗഖ്യമാക്കുന്നു. യഹൂദന് ദൈവത്തിന്റെ സ്പർശനം ആവശ്യം, തൊട്ടാലേ സൗഖ്യം വരത്തുള്ളൂ. എന്നാൽ ജാതികൾക്ക് ദൈവം വചനത്താലാണ് വിടുതൽ കൊടുക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, യഹൂദന് ദൈവത്തിന് സ്പർശനം ആവശ്യമുണ്ട്, ജാതികൾക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമുണ്ട്. യഹൂദന്മാരെ ദൈവം കാണുന്ന നിലയിൽ ഇടപെടുന്നു, പ്രത്യക്ഷപ്പെടുന്നു, ദൂത് കൊടുക്കുന്നു, പ്രവാചകന്മാരെ കൊടുക്കുന്നു. എല്ലാം കാണുന്നതാണ് പഴയ നിയമം. കാണുന്ന ആലയം, കാണുന്ന പൗരോഹിത്യം, കാണുന്ന കൽപ്പലകൾ, കാണുന്ന ശുശ്രൂഷകൾ, കാണുന്ന ഉത്സവങ്ങൾ, കാണുന്ന ഡയറ്ററി സംവിധാനങ്ങൾ എല്ലാം കാണുന്നതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഹേ കുഷ്ഠരോഗി, പാപത്തിൽ കിടക്കുന്നവനെ, പഴയ നിയമത്തിന്റെ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ ജീവിക്കുന്നവനെ, ദൈവം നിന്നെ തൊടുവാൻ പോകുന്നു. കാരണം ജഡത്തിൽ യേശു വെളിപ്പെട്ടിരിക്കുന്നു. ജാതികൾ ആരും യേശുവിനെ ജഡത്തിൽ കണ്ടിട്ടില്ല. യേശുവിനെ ജഡത്തിൽ കണ്ട ഏക സമൂഹം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ സമുദായമാണ്. ആ യഹൂദ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നമ്മൾ ഈ കുഷ്ഠരോഗിയെ കാണുന്നത്. അവൻ പുറംപറമ്പലാണ്, മരണം കാത്തു കിടക്കുന്നവനാണ്, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. യേശുവിന്റെ അടുക്കൽ ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ? യേശു പറഞ്ഞു, മനസ്സുണ്ട്. അവനെ തൊട്ടു. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. The first coming of Jesus Christ. I'm just going on. നെക്സ്റ്റ് കർത്താവ് ശതാധിപന്റെ അടുക്കൽ വന്ന് ശതാധിപൻ പറയുന്നു, എന്റെ ബാല്യക്കാരന് സുഖമില്ല. ആ ശതാധിപന്റെ അടുക്കൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വന്ന് നിന്റെ ബാല്യക്കാരനെ സൗഖ്യം വരുത്തും. കർത്താവിൻ്റെ അടുത്ത് പറയുന്നു, നീ വരേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇതാണ് ലോകത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജഡാവതാരമെടുത്ത് മിസ്രൈമിൽ നസറേത്തിൽ താമസിച്ച് ഗലീലായിൽ ശുശ്രൂഷിച്ച് യെരൂശലേമിൽ ദൈവവേല ചെയ്ത് ഓരോ ഗ്രാമങ്ങളിലും സ്ട്രീറ്റുകളിലും മഹത്വത്തെ വെളിപ്പെടുത്തിയ മിശിഹാ തമ്പുരാൻ ഇസ്രായേലിന് കാണുന്ന നിലയിൽ വെളിപ്പെട്ടു. ദൈവം അവരെ തൊട്ടു. പലരും സൗഖ്യമായി, പലരും തിരസ്കരിച്ചു. എന്നാൽ യേശുവിനെ കാണാത്ത, യേശുവിനെ കുറിച്ച് മാത്രം കേട്ടിട്ടുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജാതികൾ ഇന്നും ഈ തലമുറയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷവും ദൈവത്തിന്റെ വചനത്താൽ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്താൽ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അവനാൽ സ്പർശിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ടവരല്ല, നമ്മൾ അവന്റെ ശബ്ദം കേട്ട് വിടുവിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇന്നും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അവന്റെ ശബ്ദം കേട്ട് വിടുതൽ പ്രാപിക്കുന്ന ശതാധിപന്റെ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്. നിങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കോ. ദിസ് ഓൾ കണക്റ്റഡ് വിത്ത് ദ ഫസ്റ്റ് പുറപ്പാട്. 1-ാം പുറപ്പാടുമായിട്ട് ഇതിന്റെ ബന്ധമുണ്ട്. മിശിഹായുടെ പുറപ്പാട് നേരെ ഇങ്ങനെ കടന്നു വരുന്ന വഴി നമുക്കറിയാം ദാവീദിലേക്ക് വരുന്നു. ദാവീദായിരുന്നു ആദ്യത്തെ ശ്രേഷ്ഠനായ രാജാവ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. ദാവീദിന് ശേഷം ദൈവം ഒരു മകനെ കൊടുത്തു, ദാവീദിന്റെ പുത്രനായ ശലോമോൻ. ശലോമോന്റെ ജീവിതത്തെ നമുക്കറിയാം. ശലോമോന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ശലോമോന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ പ്രമാണം വിട്ട് ക്രമക്കേടുകൾ കാട്ടി ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച വലിയൊരു രാജാവായിരുന്നു ശലോമോൻ. ജ്ഞാനമുണ്ടായിരുന്നു, പക്ഷേ ദൈവികമായിട്ട് അത് ഉപയോഗിച്ചില്ല. അനേകം ഭാര്യമാരെ എടുത്തു. വന്ന ഭാര്യമാർക്കെല്ലാം വേണ്ട ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ദൈവത്തിന്റെ രാജ്യത്തെയും സഭയും മലിനമാക്കി. ദേവാലയം പണിതു എന്നൊരു ക്രെഡിറ്റ് ഉണ്ടെങ്കിലും നാട് മുഴുവൻ വിഗ്രഹങ്ങളെ കൊണ്ട് നിറച്ച് സ്ത്രീകൾ മുഖാന്തരം മലിനപ്പെട്ടു പോയവനാണ് ശലോമോൻ. സ്വർഗം തീരുമാനിച്ചു, ഇനിയും ഈ സാമ്രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ദൈവം ആ സാമ്രാജ്യത്തെ 2ആയിട്ട് കീറിക്കളഞ്ഞു. ഒന്ന് അവന്റെ പക്കൽ, ദാസന്റെ പക്കൽ കൊടുത്തു,
ഏറ്റവും ചെറിയൊരു ഭാഗം തൻ്റെ മകന്റെ പക്കൽ കൊടുത്തു. തൻ്റെ മകന്റെ പക്കൽ കൊടുത്തിരുന്ന ആ രാജ്യം നമുക്ക് 2 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റും. തൻ്റെ പുത്രന്റെ പക്കൽ യഹൂദ ഗ്രഹത്തെ കൊടുത്തു, തൻ്റെ ബാല്യക്കാരന്റെ പക്കൽ ഇസ്രായേൽ ഗ്രഹത്തെ കൊടുത്തു. അങ്ങനെ 2 ഗ്രഹങ്ങൾ അവിടെ ചിഹ്നം. രാജ്യം 2ആയി. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ചിത്രം നമുക്ക് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. ഹെരോദാവ് എന്ന് പറയുന്ന ഒരാൾ, ഞാൻ ജസ്റ്റ് ആ ചരിത്രം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഹെറോദ ഗ്രേറ്റ് നമുക്കറിയാം, ഏറ്റവും വലിയ ഹെറോദ ഗ്രേറ്റ്. അദ്ദേഹം BC-യിൽ ആരംഭിച്ച ഭരണമാണ്. മിശിഹായുടെ ജനന സമയത്തും ഹെരോദാവായിരുന്നു ഭരിച്ചിരുന്നത്. ഹെരോദാവിന്റെ മകന്റെ പേര് അരിസ്റ്റോബുലസ് എന്ന് പറയുന്ന ആളാണ്. അരിസ്റ്റോബുലസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു ഇദൂമിയനാണ്. അതേസമയം അദ്ദേഹം വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മറിയംനെ എന്ന് പറയുന്ന ഒരു ഹസ്മോനിയൻ രാജവംശത്തിൽപ്പെട്ടവളാണ്. സോ ഇദൂമിയനായ ഹെറോദും അദ്ദേഹത്തിന്റെ മകനായ അരിസ്റ്റോബുലസ് വിവാഹം കഴിച്ചത് ഹസ്മോനിയ വംശത്തിൽപ്പെട്ട മറിയംനെ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പം യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഈ ഹസ്മോനിയൻ രാജവംശത്തിലുള്ള ഈ പെൺകുട്ടി വിവാഹം കഴിച്ചത് കൊണ്ട് യഹൂദന്മാര് ഈ അരിസ്റ്റോബുലസിനെ കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ, അതായത് ഒരു ജൂയിഷ് ബ്ലഡ് ലൈൻ ഉള്ളതുകൊണ്ട്. അരിസ്റ്റോബുലസിന് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് ഹെറോഡിയസ് എന്നാണ്. അരിസ്റ്റോബുലസിന്റെ മകളാണ് ഹെറോഡിയസ്. അരിസ്റ്റോബുലസ് കല്യാണം കഴിച്ചത് ബർണീസ് എന്ന് പറയുന്ന ഹസ്മോനിയൻ രാജവംശത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഈ ദാനിയേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ അവിടെ ബിംബത്തെ കാണാൻ പറ്റും. ഏറ്റവും താഴെയുള്ള ഒരു ബിംബമുണ്ട്. അവിടെ കളിമണ്ണും ഇരുമ്പുമാണ്. ഈ കളിമണ്ണും ഇരുമ്പും എപ്പോഴും ശ്രദ്ധിച്ചോണം, 2 തരത്തിലുള്ള രാജവംശമാണ്. ഇരുമ്പ് റോമാണെന്ന് നമുക്കറിയാം. അപ്പൊ റോമും കൂട്ടത്തിൽ മഡും കൂടെ ചേർന്ന ഒരു ഭരണം. ഇത് മിശിഹായുടെ 2ാം വരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 2ാം വരവുമായി ബന്ധപ്പെട്ട അപ്പം മിശിഹ എന്ന കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പതിക്കുന്നത് കാൽപാദത്തിലാണ്. ആ കാൽപാദത്തിൽ അപ്പോൾ ഉള്ള രാജവംശം എന്ന് പറയുന്നത്, സാമ്രാജ്യം എന്ന് പറയുന്നത് ഇരുമ്പും കളിമണ്ണുമാണ്. ഇരുമ്പ് റോമിനെ കാണിക്കുന്നു, കളിമണ്ണ് ഈ ഹെറോദിയനെ കാണിക്കുന്നു. കാരണം ഇദൂമിയൻ ഫ്രം ഏദോമാണ്. ഏദോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം തന്നെ മണ്ണെന്ന്, മഡെന്ന്. സോ ഏദോമിൽ നിന്ന് വന്ന ഇദൂമിയനായ ഹെറോദിന്റെ മകൻ അരിസ്റ്റോബുലസ് ആരെ വിവാഹം കഴിക്കുന്നു? മറിയമിനെ വിവാഹം കഴിക്കുന്നു. മറിയമിനെ വിവാഹം കഴിച്ച ശേഷം അരിസ്റ്റോബുലസ് ഇഡ്യൂമിയനാണ്, അസ്മോനിയൻ വംശത്തിൽപ്പെട്ടു. ഇവർ 2 വിവാഹം കഴിച്ചിട്ട് അവർക്ക് മകൾ ജനിക്കുന്നത് ഹെറോഡിയസ് എന്ന് പറയുന്നു. ഹെറോഡിയസ് മാരീസ് ഹർ അങ്കിൾ ഫിലിപ്പ്. അങ്കിൾ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോബുലസിന്റെ സഹോദരൻ, അല്ലെങ്കിൽ ഗ്രേറ്റ്, വലിയൊരു ചരിത്രമാണ്. ഹെറോദിന്റെ മകനിലൊരാണ് ഈ ഫിലിപ്പിനെ ആര് വിവാഹം കഴിക്കുന്നു? നമ്മുടെ ഹെറോഡിയസ് എന്ന് പറഞ്ഞാൽ അരിസ്റ്റോബുലസിന്റെ മകൾ കല്യാണം കഴിക്കുന്നു. കൂടുതൽ ചരിത്രം പറഞ്ഞാൽ നിങ്ങളെ വഷളാക്കത്തില്ല. ഹെറോഡിയസിനെ ഫിലിപ്പിനെ ഹെറോദ് ഫിലിപ്പ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ ഹെറോദ് 2ാമൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഗ്രേറ്റ് ഹെറോദിന്റെ 2ാമത്തെ ഭാര്യ, വേറൊരു ഭാര്യയിൽ ഉണ്ടായ മകനാണ് ഈ ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഹെറോഡിയസ് married her father's half brother. Okay, she married within the Herodian family തന്നെ വാങ്ങിച്ചു. പക്ഷെ സംഭവം എന്താണെന്ന്, ഈ ഹെറോഡിയസ് ഫിലിപ്പിനെ കളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബ്രദറായ ഹെറോദ് അന്തിപ്പാസിനെ വാങ്ങിച്ചു. ചരിത്രം പറഞ്ഞ് കൊളവാക്കുന്നില്ല. ഫിലിപ്പിന്റെ ഭാര്യയായിരുന്ന ഹെറോഡിയസ് ഇപ്പോൾ ആരുടെ ഭാര്യയായി? ഫിലിപ്പിന്റെ ബ്രദറായിരുന്ന ഹെറോദ് അന്തിപ്പാസിന്റെ ഭാര്യയായി. അപ്പം സ്വന്തം സഹോദരന്റെ ഭാര്യയായ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹെറോഡിയസ് ഇപ്പോൾ അന്തിപ്പാസിന്റെ ഭാര്യയായപ്പോൾ യോഹന്നാ സ്നാപകൻ കൃത്യമായ നിലയിൽ രംഗത്ത് വന്നു. വളരെ ശ്രദ്ധിക്കണം. യോഹന്നാ സ്നാപകൻ കൃത്യമായിട്ട് രംഗത്ത് വന്നു. ഈ രംഗത്ത് വന്ന ശേഷം യോഹന്നാനെ ഹെറോദിന് ഭയമാണെങ്കിലും ഭാര്യയ്ക്ക് ഇച്ചിരി കലിപ്പായി. കാരണം പണ്ട് ഏലിയാവിന്റെ കാലത്ത് ഏലിയാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആഹാബിന്റെ ഭാര്യയാണ്. ഏലിയാവിന്റെ കഴുത്ത് അവന്റെ തല അവന്റെ കഴുത്തിന്റെ പുറത്ത് ഉണ്ടാകത്തില്ലെന്ന് ശപഥം ചെയ്ത് ദൈവം എന്നോട് പ്രതികാരം ചെയ്തോട്ടെ എന്ന് പ്രതികാരം ചെയ്ത് വെല്ലുവിളിച്ചത് ഇസബേലാണ്. ഇവിടെ യോഹന്നാ സ്നാപകൻ എന്ന നിലയിൽ അതുപോലൊരു ഇസബേൽ വരികയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെയിം ഇസബേലിനെ പോലെ ഒരു സ്ത്രീ ഇവിടെ രംഗത്തോ, അത് ഹെറോഡിയസിനെ കുറിച്ച് യോഹന്നാൻ കർശനമായിട്ട് പറഞ്ഞു, ഇത് ഉചിതമല്ലെന്ന് കൃത്യമായി പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ഹെറോദാവിന് വിരുന്നെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഈ ഹെറോഡിയസിന്റെ മകളായിരിക്കുന്ന
ഹെറോഡീസിന്റെ മകൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ഫിലിപ്പിന്റെ മകളാണ്. അവൾ ഇങ്ങോട്ട് വന്നപ്പം അവളുടെ മുൻപുണ്ടായ മകളാണ്. അത് ഹെരോദിന്റെ മകളല്ല, ഹെറോഡീസിന്റെ മകളാണ്. ഹെറോഡീസിന്റെ മകൾ നൃത്തം ചെയ്തപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു ഒരു ബുദ്ധിശൂന്യമായ ഒരു 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 പ്രോമിസ് ഉണ്ട്. ആ പ്രോമിസ് എന്നറിയാമോ? പുള്ളി അങ്ങ് ആകർഷനായി. അപ്പം ഈ ഹെറോഡീസിന്റെ മകളുടെ പേര് ബൈബിളിലെങ്ങും ഇല്ല. പക്ഷെ ജോസീഫസ് തന്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഹെറോഡീസിന്റെ മകളുടെ പേര് ഷലോമി എന്നാണ്. ഷലോമി എന്ന് പറയുന്നത് ഹെറോഡീസിന്റെ മകളാണ്. അത് ഹെറോദിന്റെ മകളല്ല, അവളുടെ നീസായിട്ട് വരും, കാരണം അവളുടെ ബ്രദറിന്റെ മകളാണ്. യേശുവിന്റെ നാമത്തിൽ ജസ്റ്റ് വെയിറ്റ്. ഷലോമി നൃത്തം ചെയ്തു. ഇദ്ദേഹം ഇത് കണ്ട്, ഈ ഡാൻസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ആകർഷനായിട്ട് അദ്ദേഹം ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതെ, അതുപോലെ തന്നെ മത്തായിയിൽ നമ്മൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ആസ്ക് മീ ഫോർ എനിത്തിങ്, നീ എന്തു വേണേലും എന്നോട് ചോദിച്ചു, ഐ വിൽ ഗിവ് ഇറ്റ് ടു യു, ഞാൻ നിനക്ക് തരും. ഈവൻ അപ് ടു ഹാഫ് മൈ കിങ്ഡം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ അപ് ടു ഹാഫ് മൈ കിങ്ഡം. അപ്പം നിങ്ങൾ മാത്യു എന്താ കാണിക്കുന്നത്? ദ കമ്മിങ് ഓഫ് സെക്കൻഡ് എക്സോഡസ്. ഈ സെക്കൻഡ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ മോസസ് കൊണ്ടുവരുന്ന പോലെ യേശു ജനത്തെ കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നിട്ട് പ്രോമിസ് ലാൻഡിലെത്തുന്നു. പ്രോമിസ് ലാൻഡ് ഇപ്പൊ എന്തായി മാറി? ശലോമോന്റെ കാലം വന്നപ്പോ രണ്ടായിട്ട് മാറി. ഇവിടെ ഹെറോദിന്റെ കാലം വന്നപ്പോ ശലോമോന്റെ പോലെ വേറൊരു പേര് ശലോമി. കാരണം ഒരു പ്രോമിസ് വരികയാണ്, നീ ചോദിച്ചാൽ ഞാൻ രാജ്യത്തെ വേണേ രണ്ടാക്കി തരും, പകുതി വേണേലും തരും. എന്താ പറയുക? പിക്ചർ. ഇതായത് ഓൾഡ് കവണന്റിൽ എങ്ങനെയാണോ രാജ്യം രണ്ടായത്, there is a picture. ആ എഴുത്തുകാർ കൃത്യമായ നിലയിൽ ഒരു ചിത്രം ഇവിടെ കൊണ്ടുവരികയാണ്. ഹിയർ ഹെറോദ് ഈസ് ഫുളിഷ്ലി പ്രോമിസിംഗ് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ഗിവ് എനിത്തിങ് യു വാണ്ട്, ഈവൻ അപ് ടു ദ ഹാഫ് ഓഫ് മൈ കിങ്ഡം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു യാത്രയാണ്. ഇനി ആരാണ് ഏലിയാവിനെതിരായി നിന്നത്? ഇസബേൽ. ആരാണ് യോഹന്നാൻ സ്നാപകനെതിരെ? ഹെറോഡിയസ്. അപ്പൊ പഴയ നിയമത്തിൽ പ്രവാചക ശ്രേഷ്ഠനായ ഏലിയാവിന്റെ ഭീഷണി ഒരു ദുഷ്ടയായ രാജാവിന്റെ ഭാര്യയെങ്കിൽ, ഇവിടെയും അവണ്ണം തന്നെ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന യോഹന്നാന്റെ ജീവിതത്തിന് വിരുദ്ധമായി നിൽക്കുന്നതും മറ്റൊരു സ്ത്രീയാണ്. ശലോമിക്ക് കിട്ടിയ വലിയ പ്രോമിസാണ്. അവളെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്രയും വലിയ പ്രോമിസാണ്, അപ്പം നമ്മുടെ അപ്പനാന്ന് വിളിച്ച് എനിക്കറിയത്തില്ല, എന്ന് അങ്കിൾ വിളിച്ചെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അങ്കിള് തന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, യോഹന്നാന്റെ തല ഒരു താലത്തിലാക്കി. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണം, അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. കാരണം there are so many things are there. വേറൊരു വീഡിയോ കർത്താവിനിരിക്കുന്നു, ഞാൻ പറയാം. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് തീർക്കാൻ പറ്റില്ല. സോ ഹെറോഡിയസ് ആവശ്യപ്പെട്ടനുസരിച്ച് അദ്ദേഹം വേദനയോടുകൂടെ രാജ്യത്തെ രണ്ടാക്കുന്നതിന് പകരം എന്ത് രണ്ടാക്കി? യോഹന്നാൻ എന്ന പ്രോഫറ്റിനെ രണ്ടാക്കി. കഴുത്തും തലയും തമ്മിൽ വേർതിരിച്ച് തല കൊണ്ടുവന്ന് ശലോമിക്ക് കൊടുത്തു. ശലോമിയുടെ അമ്മയായ ഹെറോഡിയസ് അത് വാങ്ങിച്ചു. ഉടല് അവന്റെ വിശുദ്ധന്മാരായ ശിഷ്യന്മാർ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. ദിസ് ബ്രോക്കൺ. ദ കിങ്ഡം ഈസ് ഡിവൈഡഡ്. ഇനി ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ഒരു രാജാവിന്റെ തെറ്റായ പ്രവൃത്തി കാരണം, ഒരു രാജ്യം ശലോമോന്റെ തെറ്റായ പ്രവണത കാരണം അവന്റെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇവിടെ ഒരു പ്രവാചകൻ രണ്ടായി ചിന്തപ്പെട്ടു. എന്തിനാ? ഇതൊരു പ്രൊഫറ്റിക്കൽ റിയാലിറ്റിയാണ്. പക്ഷെ ഇപ്പോൾ ഭരിക്കുന്നത് ശലോമോനേക്കാൾ വലിയവനാണ്. ശലോമോനേക്കാൾ വലിയവനായ കർത്താവ് ഈ ഇരുപക്ഷത്തെയും എന്ത് ചെയ്യാൻ പോകും? ഒന്നാക്കാൻ പോകും. എങ്ങനെ? ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും ആത്മാവിൽ ഒന്നാക്കുകയും അതിൽ റമനന്റിനെ മാത്രം ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും വിശ്വസിക്കാത്തവർ ഇരുളിന്റെ രാജ്യത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഒരു രാജ്യം രണ്ടായി മാറിയെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിലൂടെ രണ്ടായ രാജ്യം വീണ്ടും ഒന്നാക്കുകയും അതിനകത്ത് വീണ്ടും ഒരു ഡിവിഷൻ വരുന്നത് സ്പിരിച്വൽ കിങ്ഡം ആൻഡ് ദ ഡാർക്ക്നെസ് കിങ്ഡം. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ in the days of the Lord Jesus Christ, when the kingdom of God comes. ദൈവരാജ്യം വരുമ്പോൾ ഇസ്രായേലിന്റെ രാജ്യവും യഹൂദ രാജ്യവും വീണ്ടും ക്രിസ്തുവിൽ ഒന്നാകും. എസെക്കിയേൽ chapter 37, you can go and read. ഞാൻ യഹൂദയുടെ ചെങ്കോലും ജോസഫിന്റെ ചെങ്കോലും ഒന്നാക്കും, രണ്ടു പടി ഞാൻ ഒന്നാക്കും.
ഇനി അത് ഒരു വടിയായിരിക്കും, ഒരിടയൻ അവരെ മേയിക്കും, ആ ആലയം വിശുദ്ധമാകും, അത് എന്നേക്കും നിലനിൽക്കും, ദാവീദ് അവരുടെ രാജാവും. ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഐ എം ജസ്റ്റ് കമ്മിങ് ബാക്ക്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഈ ചിത്രം. ദിസ് ഈസ് ദ പിക്ചർ, ജസ്റ്റ് ലൈക്ക് എലൈജ ആൻഡ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറഞ്ഞ വാചകമാണ് നമ്പർ 1. വളരെ ശ്രദ്ധിക്കുക. 1, യോഹന്നാൻ നമുക്കറിയാം പുരോഹിത കുടുംബത്തിൽപ്പെട്ട ആളാണ്, മഹാപുരോഹിതന്റെ മകനാണ്. ഈ അപ്പനായ സക്കറിയാവിന് ശേഷം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടത് യോഹന്നാൻ സ്നാപകനാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അടുക്കിലേക്കാണ് ക്രൈസ്റ്റ് എത്തുന്നത്. എവിടെ എത്തുന്നത്? യോർദാനിൽ. യോർദാനിൽ ശുദ്ധീകരണം നടത്തുന്ന ആരാണ്? യോഹന്നാൻ സ്നാപകനാണ്. നിങ്ങൾക്കറിയോ, പഴയ നിയമത്തിൽ ജനത്തിന്റെ ശുദ്ധീകരണം പുരോഹിതന്റെ ജോലിയെങ്കിൽ മറ്റൊരു പുരോഹിതൻ ഇവിടെ ആ ശുശ്രൂഷ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ യെരുശലേം ദേവാലയത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഏത് പുരോഹിതന്മാരെക്കാളും ശ്രേഷ്ഠമായ അവസ്ഥയും ശ്രേഷ്ഠമായ അവകാശവും അധികാരവുമുള്ള പുരോഹിതനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ ജനത്തെ ക്ലെൻസ് ചെയ്യുക, കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിയെടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റൊരു പുരോഹിതന് ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റില്ല. എപ്പോഴാണോ മഹാപുരോഹിതൻ മരിക്കുന്നത് അപ്പോൾ മാത്രമേ പൗരോഹിത്യം അടുത്തവനിലേക്ക് കൈമാറൂ. അതിന്റെ തെളിവാണ് എപ്പോഴാണോ അഹരോൻ, കഴിഞ്ഞ ദിവസം ഞാൻ അത് ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരാൾ മരിക്കാൻ കയറിപ്പോവുക. സാധാരണ മരിക്കാൻ ആരും കയറിപ്പോകാറില്ല. വേ ആർ എൻറ്ററിങ് ഇൻടു ദ ഗ്ലോറി ഓഫ് ഗോഡ് ടു ഡൈ. പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോൾ അഹരോന്റെ വസ്ത്രം ശരീരത്തിൽ നൂരുക. മൈ ഗോഡ്, മഹിമയുടെ വസ്ത്രം, ദ ഗാർമെന്റ് ഓഫ് ഗ്ലോറി ആൻഡ് ബ്യൂട്ടി, അത് ഊരുമ്പോൾ അവിടെ കിടന്ന് ഹീസ് ഡൈയിങ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ആ ഉടുപ്പ് ഉള്ളിടത്തോളം കാലം നിനക്ക് മരിക്കാൻ പറ്റില്ല. ഉടുപ്പ് ഊരിയാലേ മരിക്കാൻ പറ്റൂ. കാരണം ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് വഹിക്കുന്ന ആ വസ്ത്രം, പൗരോഹിത്യം നിന്റെ മേൽ ഉള്ളിടത്തോളം cannot die. That's why we have eternal, our Jesus Christ has eternal priesthood. What's the meaning of eternal priesthood? Cannot die. Oh, come on. ഞാൻ അവിടെ ഒരു ബിറ്റ് നോട്ടെ. എന്തുകൊണ്ട് അഹരോന്റെ വസ്ത്രം ഊരാൻ പറഞ്ഞു? അഹരോൻ വസ്ത്രം ഇട്ടിരിക്കുന്നിടത്തോളം കാലം പുരോഹിതനാണ്. വസ്ത്രം ഇട്ടിരിക്കുന്നിടത്തോളം കാലം പുരോഹിതനാണ്. പുരോഹിതനായിരിക്കുന്നിടത്തോളം കാലം മരിക്കാൻ പാടില്ല. ദിസ് എ പിക്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ അത് പ്രധാനമാണ്. ബാക്കി ലോകത്ത് എല്ലാ പുരോഹിതന്മാരും അങ്ങനെ മരിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അഹരോന്റെ വിഷയത്തിൽ ദൈവം പറഞ്ഞു അവന്റെ വസ്ത്രം പൂർണ്ണം. അവന്റെ വസ്ത്രം ഇട്ടെടുത്തോളം കാലം ഹിക്കോടായി. സാധാരണ മരിക്കാൻ പോകുന്നവരെ എടുത്തോണ്ടൊക്കെയാണ് പോകുന്നില്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാവരും മരിക്കുന്നവരെ എടുത്തോണ്ടൊക്കെ പോയി വീട്ടിൽ കിടത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ മരിക്കുന്നത്. ഇവിടെ ആളല്ല, എടുത്തോണ്ടല്ല പോയാൽ നടന്നു പോകുക എല്ലാവരുടെ. എന്തിനാ പോന്നേ? ചേച്ചാ എങ്ങോട്ട് പോവാ? ഗോയിങ് ടു ഡൈ. നടന്നു പോകുന്ന. യെസ്, ഞാൻ രോഗിയായിട്ട് മരിക്കാൻ പോവല്ല, എടുത്തോണ്ട് പോവല്ല, കട്ടിലെടുത്തോണ്ട് പോവല്ല, ഞാൻ നടന്നു പോവുകയാണ്. ഐ ആം ഡൈ. എപ്പോഴാണോ വസ്ത്രം അവന്റെ മേൽ ഊരി അവന്റെ മകനായ എലിയാസറിനെ ഇടിച്ചു, ആരും ഡൈഡ്. ഹിയർ ജീസസ് ക്രൈസ്റ്റ് ഹാസ് eternal priesthood. That means he will never die. We are the part of that eternal priesthood. That's why we will never die. That is eternal life. Come on. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പൗരോഹിത്യ വസ്ത്രം കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ മരിക്കത്തില്ല. കാരണം പൗരോഹിത്യം എവർലാസ്റ്റിംഗ് പൗരോഹിത്യമാണ് ജീസസ് ക്രൈസ്റ്റ്. ഹിയർ സെക്കറിയ മരിച്ചു, ജോൺ വാസ് ഇൻ ദ പൊസിഷൻ. ജോൺ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീസസ് ക്രൈസ്റ്റ് മൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള മറ്റൊരു പൗരോഹിത്യത്തിന് രംഗത്തിൽ വരാൻ പറ്റില്ല. സോ ജീസസ് ക്രൈസ്റ്റ് മരിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്ന പുരോഹിതൻ കൊല്ലപ്പെട്ടു. യോഹന്നാൻ മരിച്ചു എന്നറിഞ്ഞ യേശു അവിടെ വിട്ട് വാങ്ങിപ്പോയി. തനിയെ കുറെ നേരം ഇരുന്നിട്ട് again he started to preach the gospel, saying the kingdom of God is coming, believe in the gospel. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ മരണത്തിന് ശേഷം ഈ ശുശ്രൂഷയുമായി രംഗത്ത് വന്നത്? ബിക്കോസ് ഒരു പുരോഹിതൻ നിലവിലിരിക്കെ മറ്റൊരു പുരോഹിതന് ശുശ്രൂഷ പൂർണ്ണമായി കൊണ്ടുവരാൻ പറ്റത്തില്ല. He died, Jesus started to do his ministry. Amen. Praise the Lord. Just I am coming back. ഇനി അടുത്തൊരു പ്രധാന കാര്യം എന്താണ്? ഏലിയാവിന്റെ പ്രത്യേകത. ഏലിയാവിന്റെ പ്രത്യേകത ദൈവത്തിൽ നിന്ന് അകന്നുപോയ, നശിച്ചുപോയ, ഇസബേലിന്റെ അധീനതയിൽ കിടക്കുന്ന, ഒരു സ്ത്രീയുടെ ഭരണത്തിന്റെ കീഴിൽ കിടക്കുന്ന, വഷളത്വത്തിൽ കിടക്കുന്ന ഒരു ജനതയെ മടക്കി കൊണ്ടുവരണം. എങ്ങോട്ട് കൊണ്ടുവരണം? വരുവാൻ പോകുന്ന വലിയ ന്യായവിധി.
BC 722 അസീറിയ ശക്തമായ നിലയിൽ വന്നു ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവൻ അടിമകളാക്കുകയും ആ അസീറിയയിൽ ഉണ്ടായിരുന്ന 5 ദേവന്മാരെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ആ ജാതികളെ പാർപ്പിക്കുകയും ജനതയെ തമ്മിൽ കൂടിക്കലറിച്ചു. 10 ഗോത്രങ്ങൾ പ്യൂരിറ്റി നഷ്ടപ്പെട്ട് മറ്റ് ഇതര ജനവിഭാഗങ്ങളുമായി സങ്കരമായി കൂടിക്കലർന്ന് ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് ചിതറപ്പെട്ടു. അങ്ങനെ നശിക്കാൻ പോകുന്ന ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് ചിതറപ്പെടാൻ ശ്രദ്ധിച്ചേക്കണം. അവര് എടുത്തുണ്ടെന്നും. കാരണം യഹൂദഗ്രഹം ബാബിലോണിലേക്ക് മാത്രമാണ് പോയത്. പക്ഷെ അസീറിയയിലെ ജനം സകല ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ആ സംഭവത്തിന് തൊട്ടു മുമ്പ് ദൈവം പറയുന്നു, ഏലിയാവേ നീ ചെല്ല്. ദിസ് ദ പിക്ചർ. ഇതൊരു പിക്ചറാണ്. ജനം ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന നിലയിൽ മഹാന്യായവിധി ജനത്തിന് വരുവാൻ പോവുകയാണ്. ആ വരുവാൻ പോകുന്ന ന്യായവിധിയുടെ പ്രസംഗകനാണ് ഏലിയാവിൻ എന്ന പ്രവാചകൻ. ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ന് ഒരു പ്രവാചകന്റെ ആവശ്യമുണ്ട്. ഇന്ന് ചില സഭകൾ നിലനിൽക്കണമെങ്കിൽ പ്രവാചകന്റെ ആവശ്യമുണ്ട്. ഇന്ന് ചില സഭകളിൽ ആളുകൾ പോകണമെങ്കിൽ പ്രവാചകന്റെ ആവശ്യമുണ്ട്. ഇന്ന് നമ്മുടെ മിക്കവാറും സഭകൾ വളരുന്നത് പ്രവചനത്തിന്റെയും രോഗശാന്തിയുടെയും പേരിലാണ്. യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിലല്ല. ക്രിസ്തുവിനെ അനുഗമിപ്പാനല്ല ആളുകൾ ഇപ്പോൾ സഭയിൽ കൂടുന്നത്. കാര്യങ്ങൾ നേടാൻ, സമ്പത്തുണ്ടാക്കാൻ, പൈസ കിട്ടാൻ, വെറും മാനുഷികമായ നിസ്സാരമായ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അനുഗമിക്കുന്ന കുറച്ചാളുകളാണ് ഇന്ന് നമ്മൾ കാണുന്ന സഭയിലെ ഭൂരിപക്ഷം ആളുകൾ. കുറച്ചാളുകളല്ല, ഭൂരിപക്ഷം ആളുകൾ. അതിന് തത്തുല്യമായ നിലയിൽ വഴങ്ങിക്കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ. സ്തോത്രം. കർത്താവിനെ ഫോളോ ചെയ്യാൻ പ്രസംഗിച്ചു നോക്ക്. നിന്റെ സഭയിൽ ആള് പറയും. ഞാൻ പോവോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആമേൻ. ജനത്തെ തിരിച്ചു വിളിക്കുക. കമോൺ, കം ബാക്ക്. മടങ്ങി വരുവാൻ ആവശ്യപ്പെടുക. എങ്ങനെ മടങ്ങി വരുന്നത്? അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് നിരപ്പിക്കുക. അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോട് നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പന്മാരുടെ കയ്യിലാണ് പ്രോമിസസ്. അപ്പന്മാരുടെ കയ്യിലാണ് ഉടമ്പടിയുടെ നിയമങ്ങൾ. അപ്പന്മാരുടെ കയ്യിലാണ് ദൈവത്തിന്റെ വഴികൾ. ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും തമ്മിൽ വ്യത്യാസം. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു വ്യക്തി ദൈവത്തെ അറിയുന്നത് അവന്റെ അപ്പനിലൂടെയാണ്. അവന്റെ പിതാവ് പഠിപ്പിക്കുന്നു, പിതാവിന്റെ പിതാവ് പഠിപ്പിച്ചു. അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ച ഉപദേശങ്ങൾ നീ നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവരുടെ മക്കളോടും ഉപദേശിക്കണം. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരാൾ ദൈവത്തെ അറിയുന്നത് മറ്റൊരാൾ പറഞ്ഞിട്ടാണ്. കാരണം അവർ അബ്രഹാമിന്റെ വീട്ടിൽ ജഡത്തിൽ ഫിസിക്കലി ജനിച്ചവർക്ക് ദൈവത്തെ അറിയണമെങ്കിൽ ഫിസിക്കൽ ഇൻസ്ട്രക്ഷൻ വേണം. എന്നാൽ പുതുനിയമത്തിൽ നമ്മൾ ഫിസിക്കലി ദൈവത്തിന്റെ ഗ്രഹത്തിൽ ജനിച്ചവരല്ല, നമ്മൾ ഫിസിക്കലി ദൈവത്തിന്റെ രാജ്യത്തിൽ പിറന്നവരല്ല. നമ്മൾ സ്പിരിച്വലി ജനിച്ചതുകൊണ്ട്, നമ്മളെ ജനിപ്പിച്ചത് അബ്രഹാം അല്ലാത്തത് കൊണ്ടും, നമ്മൾ ദൈവത്തിൽ നിന്ന് പിറന്നവരായതുകൊണ്ടും, പുതുനിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അന്ന് ഒരുവൻ കൂട്ടുകാരനോട് നീ ദൈവത്തെ അറിയുക എന്ന് പറയുകയില്ല, അവർ എല്ലാവരും എന്നെ അറിയും. അപ്പൊ പഴയ നിയമത്തിൽ ദൈവത്തെ അറിയുന്നത് പിതാക്കന്മാർ മക്കളെ അറിയിക്കുന്നു, മക്കളും മക്കളുടെ ഹൃദയവും അപ്പന്റെ ഹൃദയവും തമ്മിൽ ഒന്നായിരിക്കുന്നു. ഇങ്ങനെയാണ് അന്ന് ദൈവിക ഉടമ്പടിയുടെ സത്ത വാഗ്ദത്തങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിൽ നിന്ന് അകന്നുപോയതിന്റെ തെളിവാണ് മക്കൾ ഇപ്പോൾ ബാലിനെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ പോയി, ഉടമ്പടിയുടെ ബന്ധം പോയി, പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ജനം ബോധിച്ച വഴി നടക്കുമ്പോൾ ഏലിയാവിനെ ദൈവം അയച്ചിട്ട് പറഞ്ഞു, നിന്റെ ജോലി എന്തെന്നറിയാമോ? യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നുണ്ട്. ആ നാൾ വരുമ്പോൾ ആദ്യം നീ ചെയ്യേണ്ടത്, ഞാൻ വന്ന് ദേശത്തെ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അപ്പന്റെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കും. എന്താ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ വേണ്ടി യേശുക്രിസ്തു എടുത്ത 2 ഉപമ പറയാൻ പോവും. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ പറഞ്ഞ യേശുവിന്റെ 2ാം വരവ് കേട്ടോ, അത് മനസ്സിലാക്കണേ. ഈ 2ാം വരവിനെ സംബന്ധിച്ച് ക്രിസ്തു പറഞ്ഞ 2 പ്രധാന കാര്യമുണ്ട്. ഒന്ന്, നോഹയുടെ കാലം സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലം സംഭവിക്കും. 2 ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ കാലത്ത് സംഭവിക്കും. വിഷമമാണെങ്കിലും പറയാം, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് ഭൂലോകം മുഴുവൻ കത്തിപ്പോയില്ല, ഒരു സിറ്റി 2-3 സിറ്റി മാത്രമേ കത്തിപ്പോയി. അതുപോലെ മനുഷ്യപുത്രന്റെ വരവ് എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രന്റെ വരവിൽ ഒരു ലൊക്കാലിറ്റിയിൽ കുറച്ച് ഏരിയയിൽ നാശങ്ങൾ ഉണ്ടാവും. അത് യെരുശലേമിൽ ആ നാശം ഉണ്ടാവും. ഔവണ്ണം തന്നെ നോഹയുടെ പ്രളയവും യൂണിവേഴ്സൽ അല്ല.
സോറി, യൂണിവേഴ്സൽ അല്ല, ഇത് ഫുൾ പ്ലാനറ്റ് അല്ല. ഇറ്റ്സ് നോട്ട് എ ഗ്ലോബൽ ഫ്ലഡ്, യൂണിവേഴ്സൽ ഫ്ലഡ്, സോറി. നോവാസ് ഫ്ലഡ് ഈസ് ലോക്കൽ ഫ്ലഡ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ വരെ വെള്ളം കയറി എന്ന് പ്രസംഗിക്കുന്നു. ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഈ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ വരെ പോയ ഭൂമി മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുവാന്നല്ലോ. ഈ വെള്ളം എവിടെ പോയി? നീരാവിയായിട്ട് മുകളിൽ കിടക്കുന്ന വെള്ളം ഇത്രയുണ്ടോ? വേർ ഈസ് ദ വാട്ടർ? ചുമ്മാ കിടന്ന ആളുകൾ വിവരക്കേട് പറയും. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലോക്കലാണ്. ഇവിടെ രണ്ട് പ്രധാന സംഭവിച്ചു. അറിയോ? നോഹയുടെ കാലത്ത് കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ഏതാ? നോഹയുടെ കുടുംബം. നോഹ അവന്റെ തലമുറ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അല്ലേ? അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. എങ്ങനെയെന്നറിയാമോ? നോഹയുടെ വാക്ക് തന്റെ മക്കൾ കേട്ടു. നോഹയുടെ വാക്ക് നോഹയുടെ മരുമക്കളും കേട്ടു. മക്കൾക്കും മരുമക്കൾക്കും തന്റെ വചനത്തെ കൺവേ ചെയ്യാൻ പറ്റി. അപ്പന്റെ ഹൃദയം മക്കളോട് നിരന്നിരുന്നു. അപ്പന്റെ ഹൃദയം മക്കളോട് നിരന്നിരുന്നത് കൊണ്ട് നോഹയ്ക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ മക്കൾക്കും തന്റെ മരുമക്കൾക്കും രക്ഷ പ്രാപിപ്പാനിടയായി. ഇതാണ് ആദ്യത്തെ ചിത്രം. ഞാൻ വന്ന് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അപ്പന്റെ ഹൃദയം മക്കളോട് നിരക്കണം എന്ന് പറഞ്ഞാൽ അപ്പൻ പറയുന്ന മക്കൾ കേൾക്കണം. അപ്പന്റെ ഹൃദയവും മക്കളുടെ ഹൃദയവും ഒന്നായിരിക്കണം. അപ്പന്റെ മെസ്സേജിനെ അംഗീകരിക്കണം. അപ്പന്റെ കവനന്റിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയ തലമുറ. എന്നാൽ രണ്ടാമത് വരുമ്പോ ലോത്തിന്റെ കാലത്തേക്ക് നോക്കി. ലോത്തിന്റെ ഹൃദയവും ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയവും തമ്മിൽ നിരന്നില്ല. ലോത്തിന്റെ ഹൃദയവും ലോത്തിന്റെ മരുമക്കൾ, നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ നാശം വരാൻ പോകുന്നു അറിയുമ്പോൾ താൻ ചെന്ന് തന്റെ പെൺകുട്ടികളെ കല്യാണം കഴിക്കേണ്ട ചെറുപ്പക്കാരോട്, മരുമക്കളും അവൻ്റെവരോട് ചോദിച്ചു, ഫിയാൻസിയോടൊക്കെ ചോദിച്ചു. ഫിയാൻസി എന്നൊക്കെ ഇല്ലേ? അവന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ചോദിച്ചു, എന്തുവാ നാണ്ട് ന്യായവിധി വരാൻ പോവുക, അപ്പൊ അമ്മായിപ്പനെ കളിയാക്കി വിട്ടു. കാരണം അമ്മാവിയപ്പന്റെ ഹൃദയം മരുമക്കളോടോ അമ്മായിപ്പന്റെ ഹൃദയം ഭാര്യയോടോ എന്തിനെ? കുറെ കഴിഞ്ഞപ്പോൾ അമ്മായിപ്പന്റെ ഹൃദയം സ്വന്തം പെൺകുട്ടികളോട് പോലും നിരന്നിരുന്നില്ല. 3 സ്ഥലത്ത് നാശമുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ആലോചന കേട്ട ആ ലോത്തിന്റെ ഹൃദയത്തോട് അവന്റെ ഭാര്യയുടെ ഹൃദയം കൃത്യമായി നിരപ്പായിരുന്നെങ്കിൽ അവൾ പിറകിൽ നിന്ന് തിരികെ നോക്കി മരണം ഭവിക്കത്തില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹത്തിന്റെ മരുമക്കൾ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം അയാളുടെ മരുമക്കളുടെ ഹൃദയവും തമ്മിൽ ഒന്നായിരുന്നു എങ്കിൽ മരുമക്കൾ രക്ഷപ്പെടുമായിരുന്നു. മാത്രമല്ല, ലോത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ലോത്തിന്റെ 2 പെൺകുട്ടികൾ മാത്രം ഒരു ഗുഹയിലിരിക്കുന്നു. കുറെ ദിവസങ്ങൾ ഒരു പക്ഷേ അവർ തങ്ങിക്കാണും. ലോത്തിന്റെ 2 പെൺകുട്ടികൾ വിചാരിച്ചെന്നറിയാമോ? ഭൂമി മൊത്തം കത്തിപ്പോയി. ഇനി ഭൂമിയിൽ ഒരു പുരുഷന്മാരുമില്ല. ആകപ്പാടുള്ള ഒറ്റ പുരുഷൻ അവരുടെ പിതാവാണ്. അപ്പം അപ്പൻ കൊടുത്ത വെളിപ്പാട് അപ്പന് വേണേ പറയാമായിരുന്നു, മക്കളെ നമുക്ക് വേറെ മക്കൾ അവിടെ ഉണ്ട്, നമ്മുടെ അങ്കിൾ അവിടെ താമസിക്കുന്നുണ്ട്, നമ്മുടെ കുലം ഇവിടെ പാരാനിലുണ്ട് എന്നൊക്കെ ഒന്നും പറയണം. അതായത് അപ്പന് തന്റെ മെസ്സേജ് തന്റെ പെൺകുട്ടികൾക്ക് കന്മാറാൻ പറ്റാത്തത് കൊണ്ട് അവർ വിചാരിച്ച് ഭൂലോകത്തിൽ ഒരു പുരുഷനില്ല, ആകപ്പാടെയുള്ളത് തങ്ങളുടെ അപ്പനാണ്. അപ്പനെ മദ്യപിച്ചു കിടത്തി അപ്പനിലൂടെ 2 പെൺകുട്ടികളും പുത്രസമ്പാദ്യം നേടി. പക്ഷെ അവർ ശപിക്കപ്പെട്ടു. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ലോത്ത് വിടുവിക്കപ്പെടുന്നു, ലോത്ത് വിടുവിക്കപ്പെട്ടില്ല. സംഭവം ഇത്ര. ഇതാണ് ലോത്തിന്റെ കാലവും നോഹയുടെ കാലവും എന്ന് പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് ആ കുടുംബം മൊത്തം രക്ഷപ്പെട്ടു. ബാക്കി ഔട്ടറിൽ ജഡ്ജ്മെന്റ് നടന്നു. പക്ഷെ ലോത്തിന്റെ കാലത്ത് ആ കുടുംബം മൊത്തം നശിച്ചുപോയി. കാരണം അപ്പന്റെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പാകുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സോ ദൈവം പറയും, യോഹന്നാനോട് പറയും, യോഹന്നാനെ നിന്റെ ജോലി എന്താണ്? നിരപ്പിക്കണം. കാരണം എന്താ? സെക്കറിയാവിനോട് ദൈവദൂതൻ പറഞ്ഞു, അവൻ വന്ന മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോട് നിരപ്പിക്കും, വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് നടത്തും. That is the promise of God. That is the promise to the people of Israel. Praise the Lord. Just coming back. ഇവിടെ ഞാൻ അറിയേണ്ട ഒരു പ്രധാന കാര്യം, അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തതിന്റെ 2ാം ഭാഗം അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ മുന്നോടിയായി വന്നിരിക്കുക. ഇനി നമുക്ക് യേശു ക്രിസ്തുവിനെ യോഹന്നാനും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. യോഹന്നാൻ ആരാണ്? ഏലിയ. യോഹന്നാൻ ആരാണ്? ഏലിയ. യോഹന്നാന് ശേഷം വന്നതാരാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു തന്റെ മിഷൻ സ്വീകരിച്ച് എവിടെ വെച്ച? യോർദാന്റെ തീരത്ത് വെച്ച്. യോർദാന്റെ തീരത്ത് എന്ത് തുറന്നു? സ്വർഗം തുറന്നു. ഏലിയാവിന്റെ കാലത്ത് തന്റെ മിഷൻ സ്വീകരിച്ചത് ആരാണ്? എലീശ.
അപ്പൊ യോഹന്നാന് ശേഷം യേശു രംഗത്ത് വരുന്നു, ഏലിയാവിന് ശേഷം ഏലീശ രംഗത്ത് വരുന്നു. ഞാൻ ഒരു കുഞ്ഞു കാര്യോടങ്ങ് പറയാം. ഏലിയാവ്, എന്തുകൊണ്ട് ദൈവം ഏലിയാവിനെ അയച്ചു? ഒന്നാമത്തത്, ഇസ്രായേൽ ഗ്രഹം തിരിഞ്ഞു വരുന്നത് പോലെ വഷളത്തമുള്ള യേശുക്രിസ്തുവിന്റെ കാലത്തെ ആ ജനതയെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് തിരികെ വിളിക്കുന്ന ദൗത്യമാണ് ആർക്കുള്ളത്? യോഹന്നാൻ സ്നാപകനുള്ളത്. എന്നാ മറ്റൊരു കാര്യമുണ്ട്. ഏലിയാവിന്റെ മിനിസ്ട്രി ഇസ്രായേൽ ഗ്രഹത്തിൽ മാത്രം അല്ലായിരുന്നു. ഏലിയാവിന്റെ മിനിസ്ട്രി ഇസ്രായേൽ ഗ്രഹത്തിൽ മാത്രമല്ലായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രായാധിക്യത്തിലായി. തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്തത് എലീശയാണ്. പക്ഷെ ഏലിയാവ് എലീശയും തമ്മിൽ യാത്ര തുടരുന്നു. ബഥേലിൽ നിന്ന് ഗിൽഗാലിലേക്കും, ഗിൽഗാലിൽ നിന്നും യെരിഹോവിലേക്കും, യെരിഹോവിൽ നിന്ന് യോർദാൻ അക്കരെ ചെന്നു. അദ്ദേഹം പുറകെ അങ്ങ് നടക്കുക. യോർദാന്റെ കരയിൽ വെച്ച് താൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എലീശ തിരിച്ചു മറുപടി പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. നിങ്ങൾക്ക് അറിയാമോ, ഇത് നമ്മുടെ ന്യൂ ജനറേഷൻ പള്ളികളുടെ, നമ്മുടെ ഉണർവ് യോഗങ്ങളിൽ ബോധക്കെട്ടന്മാർ പ്രസംഗിക്കുക. ഇന്ന് സന്ധ്യയ്ക്ക് ചിലരുടെ മേ ദൈവം 2 മടങ്ങ് അഭിഷേകം തരാം. ഞാനീ പറഞ്ഞ ബോധക്കെന്ന് പറഞ്ഞാൽ ഇത് വിവരമില്ലായ്മയെന്നേ പറയത്തുള്ളൂ. കാരണം ഇന്ന് ആരുടെ പുറത്തും 2 മടങ്ങ് അഭിഷേകം, 2 മടങ്ങ് അഭിഷേകം എന്ന് പറയുന്നത് അതൊരു സ്പെസിഫിക് സംഭവമാണ്. അത് ലോകത്ത് വേറെ ആർക്കും കിട്ടൂല. ഡബിൾ പോർഷൻ. ജനങ്ങൾ, പാവങ്ങൾ ഡബിളോ ത്രിപിളോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഞാനും ഈ പൊട്ടത്തരത്തിന്റെ പുറകെ കുറെ നാൾ ഓടിയതാ. എനിക്ക് ഡബിൾ പോർഷൻ വേണം. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഡബിൾ പോർഷൻ വേണ്ട. ഡബിൾ എന്താണ് മനസ്സിലായപ്പോൾ നാണക്കേടായി പോയി. എന്തോ ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എ ഡബിൾ പോർഷൻ? ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നതിനൊക്കെ 2 മടങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ബോൺ ബ്ലെസ്സിങ് എന്ന്. ഫസ്റ്റ് ബോൺ ബ്ലെസ്സിങ്സ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് സെഖറിയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് Almighty God. ഈ ഫസ്റ്റ് ബോണിനാണ് ഡബിൾ പോർഷൻ. ഈ ഡബിൾ പോർഷൻ എന്തിനാ ഫസ്റ്റ് ബോണിന് കൊടുക്കുന്നറിയാം? താഴെ വരുന്ന പിള്ളേരുടെ കയ്യിൽ നഷ്ടം വന്ന് തോറ്റുപോയാൽ, പരാജയപ്പെട്ടാൽ അവരെ കൂടെ റിക്കവർ ചെയ്യാനുള്ളത് ഫസ്റ്റ് ബോണിനാണ് കിട്ടുന്നത്. കാശം മനസ്സിലാകുന്നുണ്ടോ? ഇത് ആദ്യജാതനെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ചുഴലിക്കാറ്റിൽ നിന്ന് എടുക്കപ്പെടുമ്പോ എലീശ ദൈവസ്ഥനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ തേരും എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ എന്നാ വിളിച്ചത്. എന്റെ പിതാവേ, എന്റെ പിതാവേ. ബാക്കി മുഴുവൻ പ്രവാചക ശ്രേഷ്ഠന്മാർക്കും പ്രവാചക ശിഷ്യന്മാർക്കും ഏലിയാവ് യജമാനനാണ്. എലീശായിക്ക് ഏലിയാവ് പിതാവാണ്. നമുക്കറിയാം, ഒരു ചിത്രമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ യേശു ക്രിസ്തു യോഹന്നാന്റെ പിതാവൊന്നുമല്ല, യോഹന്നാന്റെ മകനൊന്നുമല്ല. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞായിരുന്നു. എല്ലാ മനുഷ്യരും വന്ന് കൺഫസ് ചെയ്യും. എല്ലാ മനുഷ്യരും വന്ന് കൺഫസ് ചെയ്തിട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് സ്ഥാനമെടുക്കും. യേശു ക്രിസ്തു വന്നപ്പോൾ കൺഫസ് ചെയ്യാനൊന്നുമില്ല, വാടച്ചുണ്ടായി. എന്താ പാപം ഏറ്റു പറയാനില്ല? ഇല്ല. ഏറ്റു പറയാൻ ഒരു പദവും ഇല്ല, ഇല്ലെന്നേ. പിന്നെന്താ ഞാനല്ല നീ മിണ്ടേണ്ടത്. എല്ലാ മനുഷ്യരും തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയാനുണ്ടെങ്കിൽ ആ പാപത്തെ ഏറ്റു പറയാൻ ഇല്ലാത്ത ആളിനെ മിണ്ടാതെ ആ യോർദാനിൽ നിർത്തിയിട്ട് പിതാവായ ദൈവം വാ തുറന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ കൺഫഷൻ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഓൾഡ് കവനന്റിൽ സിന്ന് കൺഫഷൻ ആണെങ്കിൽ ന്യൂ കവനന്റിൽ സൺഷിപ്പാണ് കൺഫഷൻ. ഓൾഡ് കവനന്റിൽ പാപങ്ങളുടെ ഏറ്റുപറച്ചിലാണ്, പുതുനിയമത്തിൽ പുത്രത്വത്തിന്റെ ഏറ്റുപറച്ചിലാണ്. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയും രക്ഷിക്കപ്പെടുന്നത് പാപം ഏറ്റുപറഞ്ഞല്ല. പാപം ഏറ്റുപറഞ്ഞാണ് രക്ഷിക്കപ്പെടുന്നത്. ഒറ്റ ഒരുത്തനും ദൈവസന്നിധി കാണില്ല. ഇതെല്ലാം കൂടെ ഓർത്തു വെക്കാൻ തന്നെ ആർക്ക് പറ്റും? നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം കൂടെ നമുക്ക് ഓർക്കാൻ പറ്റും. പുത്രത്വം. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ, അതായത് നീ പാപത്തെക്കുറിച്ച് ഒന്നും പറയണ്ട, മേളിൽ നിന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. അപ്പൊ തെറ്റ് ചെയ്താൽ ഏറ്റു പറയണോ? പറയണ്ടെങ്കിൽ പറഞ്ഞു. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ forgiveness is not based on confession. Forgiveness is based on the confession, the true confession, the new covenant confession, that is, I am the child of God. That's your confession.
ഓക്കെ, ഞാൻ തിരിച്ചു വരാം. എലീശയുടെ മേൽ എന്ത് കിട്ടി? ഡബിൾ പോർഷൻ കിട്ടി. ഡബിൾ പോർഷൻ കിട്ടി. യേശുവിനും എത്ര കിട്ടി? അളവ് കൂടാതെ കിട്ടി. ഓ കമാൺ. എലീശയ്ക്ക് 2 മടങ്ങേ കിട്ടിയുള്ളൂ. യേശുവിന് കിട്ടിയതോ ഡബിൾ പോർഷൻ അല്ല കിട്ടിയത്, അളവ് അൺലിമിറ്റഡ് കിട്ടിയെന്നാ. എന്തിനാ ഈ അൺലിമിറ്റഡ് കിട്ടിയേ? ബാക്കി പിള്ളേർ വരാൻ പോവോ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കാൻ പോവോ. അനേക പുത്രന്മാരായ തേജസ്സിൽ നയിക്കപ്പെടാവുന്ന മുഴുവനെണ്ണം പിച്ചക്കാർ, ഒരു എണ്ണമയം ഇല്ലാത്തവന്മാരാ. ഇവരെ മുഴുവൻ പോഷിപ്പിക്കേണ്ട ആത്മാവിന്റെ ആ ശക്തി മിശിഹായുടെ മേൽ വന്നിട്ട് പറഞ്ഞു, ഐ ആം അൺലിമിറ്റഡ്, ഐ ആം അനോയിന്റഡ് അൺലിമിറ്റഡ്. For what? For you. And we are also anointed by the anointing of Jesus Christ. അവനാൽ പ്രാപിച്ച അഭിഷേകം. Because he is the firstborn. He got the double portion, unlimited. We got from the അവന്റെ കൂടെ നമ്മെ പങ്കാളിയാക്കി മാറ്റി. We are the co-heirs of Jesus Christ. Amen, Lord Jesus. ഏലിയാവിനെ അയക്കും. 2000 yearsന് മുമ്പ് ഏലിയാവ് വന്നു. ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇതിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് അടുത്ത വീഡിയോയിൽ വരാം. കർത്താവേ വരും അനുഗ്രഹിക്കട്ടെ. മറക്കല്ലേ, അവന്റെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാവ് വന്നിട്ട് യേശുവിന്റെ 1ാം വരവല്ല, 2ാം വരവ്. എന്താ 2ാം വരവിൽ യേശു ചെയ്യാൻ പോകുന്നത്? വീശുമുറം കയ്യിലെടുക്കും, കളത്തെ മുറ്റും വെടിപ്പാക്കും, കതിര് കളപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിലിട്ട് കത്തിച്ചു കളയും. ഇതാ യോഹന്നാൻ പറഞ്ഞത്. ഇത് AD 70 സംഭവിച്ചതാ. ഇത് 2ാം വരവിൽ സംഭവിച്ചതാ. ഇത് ലോകാവസാനത്തിൽ സംഭവിച്ചതാ. കാരണം ഇത് കൊയ്ത്തിന്റെ സമയത്ത് സംഭവിച്ചതാ. കൊയ്ത്തിന്റെ സമയത്താ വീശുമുറം എടുക്കുന്നത്, കൊയ്ത്തിന്റെ സമയത്താ പതിരിനെ കത്തിക്കുന്നത്, കൊയ്ത്തിന്റെ സമയത്താണ് കതിരിനെ ശേഖരിക്കുന്നത്. ഇതെല്ലാം AD 70 സംഭവിച്ചു. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ മുന്നോടിയാണ്. മറ്റൊരു കാര്യം കൂടെ യോഹന്നാനെ സംബന്ധിച്ച അടുത്തൊരു റെവലേഷനും ഹൗ ഇറ്റ് കണക്റ്റഡ് വിത്ത് എലൈഷ എന്നതും കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ സ്തോത്രം, മനസ്സിലാകാത്തവർ വീണ്ടും ശ്രദ്ധയോടെ കേൾക്കുക. മഹാദൈവം തന്റെ കൃപയാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുവചനത്തിനായി സ്തോത്രം. ഇത് ഗ്രഹിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. സത്യത്തെ മനസ്സിലാക്കുവാൻ ആത്മാവരുടെ കൂടെ ഇരിക്കണമേ. മഹാദൈവവുമായവനെ, ഞങ്ങൾ യേശുവിലൂടെ നടന്ന പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെ ഓരോ ദിവസവും കേട്ട് ബലപ്പെട്ട് ജീവിക്കട്ടെ. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കണം. ദയവായിട്ട് 10 പേരുടെ കാതുകൾ തുറക്കപ്പെടട്ടെ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഇത് നമ്മുടെ ഓൺലൈനിലുള്ള ഒരു എളിയ ശുശ്രൂഷയാണ്. നമ്മുടെ ശുശ്രൂഷയെ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വളരെ നിസ്സാരമായിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആളുകളിൽ എത്തിക്കുവാൻ ഷെയറും ചെയ്യുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.